ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടി തുടങ്ങിയ സമയത്ത് തന്നെ ആ പ്രഭാതത്തിൽ തന്നെ ഈ രാജ്യത്ത് വളരെ പ്രസിദ്ധരായി തീർന്ന രണ്ട് വനിതകളുണ്ട്. ഒന്ന് വ്യോമസേനയിലെ ഉദ്യോഗസ്ഥയായ വ്യോമിക സിംഗാണ്. മറ്റത് കരസേനയിൽ കേണലായ സോഫിയ ഖുറേഷിയാണ്. ഈ രണ്ട് ധീര വനിതകളാണ് ഇന്ത്യയുടെ സൈനിക ആക്രമണത്തിൻ്റെ സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ പത്രക്കാർക്കും മറ്റ് താൽപര കക്ഷികൾക്കും വിശദീകരിച്ചു കൊടുത്തു. ചിലരൊക്കെ വിചാരിച്ച് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സൈനിക നടപടി ഉണ്ടായത്, പാകിസ്ഥാനിലേക്ക് മിസൈൽ അയച്ചത് ഈ ധീര വനിതകളാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് വ്യോമാക്രമണം നടത്തിയത് ഇവരാണ് എന്നൊക്കെയാണ്. ആ രീതിയിൽ ഒരുപാട് വാഴ്ത്തുമൊഴികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പടർന്നു പിടിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഈ സൈനിക നടപടി വിശദീകരിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്തത്. സ്വാഭാവികമായിട്ടും ഒറ്റ ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരും വലിയ താരങ്ങളായിട്ട് മാറി. ഇവർക്ക് രണ്ടുപേർക്കും നടുവിലിരുന്ന ആ സർക്കാർ ഉദ്യോഗസ്ഥന് അത്ര വലിയൊരു പ്രസിദ്ധി കിട്ടിയതുമില്ല. സ്വാഭാവികമായിട്ടും ഇവർക്ക് വലിയ പ്രസിദ്ധി കിട്ടി, ഖ്യാതി ഉണ്ടായി. അതിൽ തന്നെ സോഫിയയ്ക്ക് സവിശേഷമായ ഒരു മാധ്യമ ശ്രദ്ധ ലഭിച്ചു. കാരണം അവർ മുസ്ലിം സമുദായ അംഗമാണ്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്. അങ്ങോട്ടേക്ക് നടത്തിയ സൈനിക നടപടിയെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചത് ഇന്ത്യൻ കരസേനയുടെ അഭിമാനമായ കേണൽ സോഫിയ ഖുറേഷിയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ ആ ഒരു രീതിയിൽ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അതിലൊന്നും ഒരു തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മാധ്യമ ശ്രദ്ധ കിട്ടി. ഇവരുടെ കുടുംബം എവിടെയാണ്? ഇവരുടെ വാപ്പ പട്ടാളത്തിലായിരുന്നു, ഉപ്പാപ്പ പട്ടാളത്തിലായിരുന്നു, ഭർത്താവ് പട്ടാളക്കാരനാണ്, ഏക മകൻ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ. മലയാള മനോരമയിലാണെങ്കിൽ സോഫിയ ഖുറേഷിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം എന്താണ്? അവർക്ക് ചിക്കൻ ബിരിയാണിയാണോ മട്ടൻ ബിരിയാണിയാണോ കൂടുതൽ ഇഷ്ടം? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരും. അടുത്ത ലക്കം വനിതയിലും അതൊക്കെ നമുക്കിത് പ്രതീക്ഷിക്കാം. അതുമൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഈ സോഫിയ ഖുറേഷി ഒരു വലിയ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മധ്യപ്രദേശിലെ BJP-കാരനായ ഒരു മന്ത്രി, വിജയ് ഷാ എന്നാണ് അയാളുടെ പേര്, ഇയാൾ ഈ ധീര വനിതയെക്കുറിച്ച് അത്ര തന്നെ അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയത്. പാകിസ്ഥാനിലിരിക്കുന്ന തീവ്രവാദികൾക്ക് നമ്മൾ മറുപടി നൽകി അവരുടെ സഹോദരിയെ കൊണ്ട് തന്നെ അത് ചെയ്യിച്ചു എന്ന രീതിയിലാണ് ഇയാൾ പരാമർശം നടത്തിയത്. അതായത് സോഫിയ ഖുറേഷി എന്ന് പറഞ്ഞ ഇന്ത്യൻ കരസേനയുടെ അഭിമാനമായ കേണൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ തീവ്രവാദികളുടെ സഹോദരിയാണ് എന്ന പരാമർശമാണ് ഇയാൾ നടത്തിയത്. അയാൾ ഒരു പക്ഷേ മൈക്ക് കാണുമ്പോഴും മതിമറക്കുന്ന ചില നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ബാലകൃഷ്ണപിള്ള സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. മൈക്ക് കാണുമ്പോൾ ഇവർ സ്വയം മറക്കുകയും തോന്നിവാസം വിളിച്ച് പറയുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് തൊട്ട് കാണിക്കാവുന്ന ഒരു ഉദാഹരണം നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹത്തിന് ഇതേ അസുഖം തന്നെയുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ നിന്ന് പാർന്നാണോ അതോ സ്വന്തമായിട്ട് സിദ്ധിച്ചതാണോ എന്നറിയില്ല. ഇങ്ങനെയുള്ള നേതാക്കന്മാർ പല പാർട്ടിയിലുമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വിടുവായനാണ് ഈ വിജയ് ഷാ. ഇങ്ങനെ ഒരു പരാമർശം നടത്തി അടുത്ത മിനിറ്റിൽ തന്നെ അയാളെ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കേണ്ടായിരുന്നു. മുഖ്യമന്ത്രി അയാൾ ഇരിക്കുന്ന കസേരയോടുകൂടി ചവിട്ടി പുറത്താക്കേണ്ടായിരുന്നു. അല്ലെങ്കിൽ വിജയ് ഷാ വളരെ പെട്ടെന്ന് കാൽപ്പായ കടലാസിൽ ഒരു രാജിക്കത്ത് എഴുതരണം എന്നാവശ്യപ്പെടേണ്ടായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നു. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നിട്ടും പുള്ളിയെ മന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. പുള്ളിയെ തള്ളി പുറത്താക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയില്ല, BJP-യുടെ ദേശീയ നേതൃത്വത്തിനും തോന്നിയില്ല, മഹാനായ നമ്മുടെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ തോന്നിയില്ല. ഇയാളെപ്പോലെ ഒരു പാഷാണം ഒരു സംസ്ഥാനത്ത് മന്ത്രിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മന്ത്രിസഭയ്ക്കോ ആ സംസ്ഥാനത്തിനോ അയാൾ പ്രതികരിക്കുന്ന പാർട്ടിക്കോ ഒരു തരത്തിലും ഭൂഷണമല്ല. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്കോ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്കോ ഇല്ല. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. അങ്ങനെ ഈ നാണം കെട്ടവൻ, ഈ എരണം കെട്ടവൻ, ഈ എരപ്പാളി മന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതി അതിലും ഭയങ്കരം. ഇയാളുടെ ഈ പ്രസംഗം, അയാളുടെ മാപ്പ് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല, അത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല, ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം, അതിന് 3 IPS ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ചുമതലപ്പെടുത്തുകയാണ്, ഇവരാരും തന്നെ മധ്യപ്രദേശ് സംസ്ഥാനത്തു നിന്നുള്ളവരായിരിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇനി 3 IPSകാരെ തപ്പിയെടുത്ത് ഇയാളുടെ പ്രസംഗത്തെക്കുറിച്ച് അന്വേഷിക്കും. ഇയാളുടെ പ്രസംഗത്തെക്കുറിച്ച് എന്താ അന്വേഷിക്കാൻ? അയാൾ നടത്തിയ പ്രസംഗം പബ്ലിക് ഡൊമൈനിലുണ്ട്.
അത് ഈ രാജ്യത്ത് ശ്രവണശേഷിയുള്ള ആളുകളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിക്ക് ബോധ്യമായിട്ടില്ല. സുപ്രീം കോടതി ഇനി അത് ഉരച്ച് നോക്കി അതിൻ്റെ മാറ്റ് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. മാപ്പ് സ്വീകരിക്കുകയില്ല. താങ്കളുടെ പ്രസംഗം ഒട്ടും തന്നെ അഭിനന്ദനപരമല്ല, അത് അവഹേളനപരമാണ്. മാത്രമല്ല സൈനിക ഉദ്യോഗസ്ഥയെ ആക്ഷേപിച്ചതിന് തുല്യമാണ്. എന്നാൽ പിന്നെ താൻ എന്തിനാണോ അവിടെ മന്ത്രി കസേരയിൽ ഇരിക്കുന്നത്, വീട്ടിൽ പോടൂ എന്ന് പറഞ്ഞൂടെ? ഇയാളെപ്പോലെ ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യ ഭരണക്രമത്തിന് അപമാനമാണ് എന്ന് പറയാവുന്നുള്ളൂ. വെറുതെ ഒരു പരാമർശം നടത്തി അയാൾ അന്നേക്കന്ന് രാജിവെച്ച് ഉറി പോലെ വീട്ടിൽ പോകും. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിന് തയ്യാറല്ല. സുപ്രീം കോടതി ഇനി ഇതിൻ്റെ മാറ്റ് ഉരച്ച് പരിശോധിച്ച് ഇതിൽ ഭരണഘടനാ ലംഘനമുണ്ടോ, സത്യപ്രതിജ്ഞാ ലംഘനമുണ്ടോ, ഇയാൾ പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണ്, ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ പരിശോധിക്കാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഒരു വിഷയം വഷളാക്കുന്നത്. ഈ പരാമർശം ഉണ്ടായ അന്ന് വൈകുന്നേരം അയാളെ കൊണ്ട് മുഖ്യമന്ത്രി രാജിവെപ്പിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് രാജിവെപ്പിക്കേണ്ടായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മധ്യപ്രദേശ് ഹൈക്കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടിട്ട് പോലും അയാൾ മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല, സുപ്രീം കോടതി ഇയാളുടെ മാപ്പപേക്ഷ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഈ കൊഞ്ഞാണൻ മന്ത്രിസഭയിൽ തുടരുകയാണ്. ഇയാളില്ലെങ്കിൽ മധ്യപ്രദേശ് സംസ്ഥാനം അറബിക്കടലിൽ മുങ്ങിപ്പോകുന്നില്ലല്ലോ, ബംഗാൾ ഉൾക്കടലിലും താഴ്ന്നു പോവുകയില്ല. അയാളെ കൊണ്ട് രാജിവെപ്പിക്കണം. ഇവിടെ പിണറായി വിജയൻ പോലും സജി ചെറിയനെ കൊണ്ട് രാജിവെപ്പിച്ചു. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും അയാൾ മന്ത്രിസഭയിൽ നിന്ന് മാറി. പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയിട്ട് കരുണാകരൻ നമ്മുടെ ബാലകൃഷ്ണപിള്ളയെ കൊണ്ട് രാജിവെപ്പിച്ചു. അങ്ങനെ മറ്റ് പല ആളുകൾക്കും ഇതേ ദുരനുഭവം ഉണ്ടായിട്ട് ഇയാളെ കൊണ്ട് രാജിവെപ്പിച്ച് ഇനി ഒരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അതിന് പകരം അയാൾ ഇപ്പോഴും മന്ത്രി കസേരയിൽ തുടരുകയാണ്. അതേസമയത്ത് തന്നെ സൈനിക നടപടിയെ വിമർശിക്കുന്ന ആളുകൾക്കെതിരായിട്ട് സർക്കാർ UAPA ചുമത്തും, കേസെടുക്കും. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞവൻ മന്ത്രി കസേരയിൽ ഇരിക്കും, മന്ദിരത്തിൽ താമസിക്കും, സ്റ്റേറ്റ് കാറിൽ കൊടി വെച്ച് പോകുന്നു. എന്തൊരു വിപര്യായമാണ് എന്നാലോചിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പകളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഈ രാജ്യം എങ്ങനെ നന്നാവും എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടികിടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.